അർച്ചന ചേച്ചി LLB സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന എല്ലാവരോടും പുറത്ത് നിൽക്കാൻ പറയേണ്ടതുണ്ട്. അവരെല്ലാവരും പുറത്ത് നിന്നതിന് ശേഷം മുകുന്ദൻ പറയണ രുക്ക് എന്തായാലും എനിക്കൊരു പണി തന്നു. അതേസമയം രമ്യ ചോദിക്കുകയാണ്, ഇനി അർച്ചന ചേച്ചിയെ തല്ലിക്കഴിഞ്ഞ രുക്ക് തിരിച്ചു തല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇനി അതിനും കൂടി ഒരു പ്രശ്നമാവേണ്ട വരുള്ളൂ ചോദിക്കും. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതല്ലേ, ഈ സ്വർണ്ണമാണല്ലോ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് മഞ്ജു എനിക്ക് തന്നതാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അനന്തരം ദേഷ്യം വരികയാണ് കേട്ടോ. ഇതെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഈ സ്വർണ്ണമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന അകത്ത് പോയതിന് ശേഷം രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഞരമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടല്ലേ കത്തി കൊണ്ടുവന്നത്, പിന്നെ എന്താ നീ ഈ കുടുക്ക് നേരെ ഇട്ടില്ലല്ലോ, താഴ്ത്തിയിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്, ആത്മഹത്യ ചെയ്യാനുള്ളവൾ നേരെ മുകളിലിടില്ലേ എന്ന് ചോദിക്കും. ഞാൻ കയ്യിന്നില്ലേ, ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകില്ലേ, ആ കുടുക്ക് ഞാൻ ശരിക്കും ഇടുമായിരുന്നു, പക്ഷെ നിങ്ങൾ ഇത്തിരി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടിരുന്നതാണ്, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നെ രക്ഷിക്കുമല്ലോ, അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, നിൻ്റെ നാടകം എല്ലാം പൊളിഞ്ഞു, നിനക്ക് എത്ര തന്നെയാണെങ്കിലും ശരി നിൻ്റെ നാടകം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായി നീ ഈ നാറിയ നാടകം ഇനി നീ കളിക്കണ്ട എന്ന് അർച്ചന പറയണം കേട്ടോ. അതേസമയം ആകെ നാണം കെട്ട് പോവുകയാണ് കേട്ടോ. രുക്കു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ ചിന്നു ചോദിക്കുകയാണ്, അമ്മേ എന്തായി, രുക്കു ചേച്ചി എന്തായി എന്ന് ചോദിക്കുകയാണ്. എന്താണ് അവൾക്ക്, എന്താണ് അതിന്, അവൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, അവളല്ല തെറ്റുകാരിയല്ലല്ലോ, അവളുടെ വീട്ടുകാരല്ലേ അത് സംഗതി ചെയ്തത്, അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അച്ചു പെട്ടെന്ന് തന്നെ പറയണം, അത് ശരിയാണ്, പിന്നെ അവരുടെ വീട്ടുകാരാണ് ചെയ്തത്, അവളിതിലൊരു നിരപരാധിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നിങ്ങൾ ഒരിക്കലും പരസ്പരം വഴക്ക് കൂടരുത്, എനിക്കത് കണ്ടു നിൽക്കാനോ കാണാനോ ശക്തിയില്ല എന്നിങ്ങനെ അർച്ചന പറയണം കേട്ടോ. അതേസമയം സോറി പറയണം കേട്ടോ അച്ചുവിനോട്. മുകുന്ദൻ അച്ചുവിനോട് സോറി പറയണം കേട്ടോ. മുകുന്ദൻ പക്ഷേ അച്ചു ഒന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ, ആ സോറിയൊന്നും നിൽക്കുന്നില്ല, ഒരു മനസ്സില്ലാ മനസ്സോടെയാണ് കേട്ടോ. പിന്നെ ചിന്നു എടുത്തിട്ട് ചിന്നുമോള് 2-3 പേരുടെയും എൻ്റെ മാമന്മാരുടെ കൈ എവിടെ വെച്ചിട്ട് 3 പേരുടെയും കൈ പിടിച്ചിട്ട് ഒരിക്കലും നിങ്ങളെ പിണങ്ങരുത്, സ്നേഹത്തോട് കൂടിയിട്ട് വേണം നിൽക്കാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം എൻ്റെ ശക്തിയാണ് നിങ്ങൾ 3 പേരും, നിങ്ങൾ ഒരിക്കലും അകലാൻ പാടില്ല എന്ന് അർച്ചന പറയണം കേട്ടോ. അതിനുശേഷം രാത്രി അച്ചുവിനെ ഉറക്കേ വരുന്നില്ല കേട്ടോ. പക്ഷെ രുക്ക് നന്നായി ഉറങ്ങുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ രുക്ക് എഴുന്നേറ്റ് ചോദിക്കും, എന്താ അച്ചു ഉറങ്ങാത്തേ എന്ന് ചോദിക്കും. അച്ചു രുക്കുവിന് പുതപ്പൊക്കെ പുതച്ചു കൊടുക്കുക, നിൻ്റെ കാര്യം ഓർത്തിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ, എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ശീലമാണ്, എന്നെ എല്ലാവരും ഇങ്ങനെ ഒരുപാട് അവോയ്ഡ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്ക് തോന്നും, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുക. അയ്യോ അങ്ങനെ പറയരുത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല രുക്കു എന്ന് അച്ചു ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ SI സെലക്ഷന് ആയിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ഒരു പ്രശ്നത്തിന് ഞാനില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്ക് വിചാരിക്കും, ഓഹോ അത് കാരണമാണ് ഇല്ലേ എന്ന് വിചാരിക്കുകയാണ്. ഞാനില്ലെങ്കിൽ എന്താ, നിനക്ക് വേറൊരാളെ കെട്ടിയിട്ട് ജീവിക്കാലോ എന്നിങ്ങനെ പറയണം കേട്ടോ. ഇല്ല എനിക്കതിന് പറ്റില്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാനും പോലും കഴിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം ചന്ദ്ര ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ വിജയശങ്കർ ചോദിക്കുകയാണ്, ഇനി ആ മുക്കുപണ്ടം അവിടെ വല്ലതും ഉണ്ടോ ചോദിക്കുകയാണ്. ആ ഉണ്ട്, കുറച്ച് മുക്കുപണ്ടം ഉണ്ട് പറയും. അത് എത്രയും പെട്ടെന്ന് അമ്പാട്ടി വീട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കണം പറയും. അയ്യോ എനിക്ക് അമ്പാട്ടി വീട്ടിൽ പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ ഞാൻ അർച്ചനയെ അടിച്ചിട്ട് വരും എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഞാൻ ആ സ്വർണം എത്രയും പെട്ടെന്ന് രുക്കുവിനോട് പറഞ്ഞിട്ട് ഇവിടെ എത്തിപ്പിക്കുക എന്ന് പറയുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ മുകുന്ദൻ പെങ്ങളെ അടിച്ചല്ലോ, അതിന് പകരം അവനെ ജയിലിലേക്ക് ആക്കാനൊരു വഴി ഉണ്ടാവുള്ളൂ. എത്രയും പെട്ടെന്ന് ആ സ്വർണം ഇവിടെ എത്തിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ എന്തായാലും ശരി എത്തിക്കുക എന്ന് ചന്ദ്ര വിജയശങ്കറോട് പറയണം. വിജയുടെ കേസ് എന്തായാലും നടത്തിക്കോളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഫോൺ ചെയ്യണം കേട്ടോ. രുക്കുവിനിങ്ങനെ ഫോൺ ചെയ്യണം ചന്ദ്ര. അതേസമയം മുക്കുപണ്ടം വെച്ച അലമാറി വന്ന് നോക്കുമ്പോൾ രുക്കു സ്വർണ്ണം ഒന്നും കാണില്ല കേട്ടോ, അതൊന്നും കാണില്ല. അത് എവിടെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അച്ചു വരും കേട്ടോ. ഇതിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ എവിടെ എന്നിങ്ങനെ ചോദിക്കണം. സ്വർണ്ണം അത് മുക്കുപണ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കും. അതെന്തായാലും മുക്കുപണ്ടമല്ലേ, പിന്നെ എന്തിനാ അവിടെ വെച്ചിരിക്കണം, ഞാനത് ചേച്ചിയുടെ കയ്യിൽ എടുത്തു കൊടുത്തു എന്നിങ്ങനെ പറയണം കേട്ടോ. അയ്യോ നീ എന്തിനാ അത് എന്നോട് ചോദിക്കാതെ ചേച്ചിയുടെ അടുത്ത് എടുത്തു കൊടുത്തത്, ഏതായാലും മുക്കുപണ്ടമല്ലേ, അതേ ബാങ്ക് ലോക്കറിൽ സ്വർണ്ണം കൊണ്ടുപോയി വെച്ചിരിക്കണേ, ഏതായാലും കള്ളന്മാരുടെ ശല്യം
ശല്യമല്ലേ, അതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാരെ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം തന്നെ അർച്ചന വരികയാണ്. അർച്ചനയുടെ കയ്യിലൊരു പേപ്പറും ഉണ്ടാകും കേട്ടോ. എന്താ നീ, എൻ്റെ സ്വർണ്ണം എവിടെ, നിൻ്റെ മുക്കുപണ്ടം എൻ്റെ കയ്യിലുണ്ട്, ഏതായാലും കേസിന് ഒന്നും ആയിട്ടില്ലല്ലോ, അതൊരു തെളിവായിട്ടിരിക്കട്ടെ, ഏതായാലും നിനക്കത് തരാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നീ അറിയാതെ നിൻ്റെ വീട്ടുകാർ നിനക്ക് തന്നതാണല്ലോ, നീ ഇതിലൊരു തെറ്റുകാരിയല്ല. പക്ഷേ മുകുന്ദൻ്റെ കേസ് അവിടെ നിൽക്കണ കാരണം അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഈ മുകുന്ദനെ പോലെ തന്നെ നീയും ഈ സാക്ഷിപത്രത്തിൽ ഒപ്പിട്ട് തരണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ രുക്കു ആകെ ടെൻഷൻ അടിച്ചു പോവുകയാണ്.